Hello friends, it's me your brother and welcome back to another great episode. So എല്ലാവർക്കും You Can Win എന്ന സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള 8 സ്റ്റെപ്സ് ആണ്. So without wasting any more time, let's do it. The winner has a solution for every problem. The loser has a problem for every solution. സോ നമ്മളെ ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മുടെ ചെറുപ്പകാലത്തിൽ തന്നെ നമ്മളിൽ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, വെരി നൈസ്, വളരെ നല്ലത്. പക്ഷെ അതല്ല, അതിന് പകരം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിലോ വെരി ബാഡ്. അത് നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയേ പറ്റൂ, എന്നാലും നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്പർ 1, ചേഞ്ച് ദ ഫോക്കസ്, ലുക്ക് ഫോർ ദ പോസിറ്റീവ് സൈഡ്. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ വേണം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട്. ഒരാളെ കാണുമ്പോൾ അയാളുടെ നല്ല കാര്യങ്ങളെ പറ്റി കൂടുതൽ സംസാരിക്കണം, അല്ലാതെ ഒരിക്കലും അയാളുടെ കുറ്റവും കുറവും അത് മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഒരാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ അറിയാതെ എങ്ങാനും എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ, എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. എപ്പോഴും ഒരാളുടെ നല്ല കാര്യങ്ങൾ, അതായത് അയാൾ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടുതലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോഴും നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടണം. പോസിറ്റീവായിട്ടുള്ള ആളുകളുമൊത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഈ നല്ല ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് സ്വർണം കുഴിച്ചെടുക്കുന്നത് പോലെയാണ്. ഇപ്പോൾ സ്വർണം കിട്ടണമെങ്കിൽ നമ്മൾ കുറേ ആഴത്തിൽ കുഴിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഡേർട്ട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നൈസിൽ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ സ്വർണം മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ആളുകളിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഡേർട്ടായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും, അവരെയൊക്കെ നൈസിൽ ഇങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നമ്മുടെ ഫോക്കസ് നല്ല ആളുകളിൽ മാത്രമായിരിക്കണം. ഗോൾഡിനെ ഫോക്കസ് ചെയ്ത പോലെ നല്ല ആളുകളെ മാത്രം ചൂസ് ചെയ്യുക, അവരോടൊത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ കഴിവുള്ള ഒരു നായയെ കണ്ടാലും നെഗറ്റീവായുള്ള ആളുകൾ പറയുന്നത് ഈ നായക്ക് നീന്താനുള്ള കഴിവില്ല എന്നായിരിക്കും അല്ലേ? സോ ഡോണ്ട് ബി ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ, ബി ആൻ ഒപ്റ്റിമിസ്റ്റ്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. സ്റ്റെപ്പ് നമ്പർ 2, മേക്ക് എ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ഇറ്റ് നൗ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഇപ്പം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും പിന്നത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കരുത്. അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ. ഈ പ്രോക്രാസ്റ്റിനേഷൻ പറ്റിയിട്ട് നമ്മുടെ ജെയിംസ് ആൽബറി ഒരു ചെറിയ പോയം എഴുതിയിട്ടുണ്ട്, ഒരു 4 വരി പോയം. അതിങ്ങനെയാണ്: He slept beneath the moon, he basked beneath the sun, he lived a life of going to do and died with nothing done. അതായത് ഒന്നുമില്ല, സിമ്പിളാണ്. ഒരാളുണ്ടായിരുന്നു, ഇയാളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും, പക്ഷെ അവസാനം ഒന്നും ചെയ്യാൻ കഴിയാതെ മരിച്ചുപോയി. അപ്പോൾ ഈ പ്രോക്രാസ്റ്റിനേഷൻ ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഹാബിറ്റ് തന്നെയാണ്. പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്തേ പറ്റൂ. നമ്മളൊരു ചെറിയ കുട്ടിയാകുമ്പോൾ പറയും ഞാനൊരു വലിയ കുട്ടിയാവട്ടെ അപ്പോൾ എനിക്ക് സന്തോഷം വരുമെന്ന്. അങ്ങനെ വലിയ കുട്ടി ആയാലും പറയും ഞാൻ എൻ്റെ കോളേജ് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ അപ്പോൾ എനിക്കൊരു സന്തോഷം വരും, ഒരു ഫ്രീഡം ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയും. അങ്ങനെ കോളേജ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പറയും ഇനി എനിക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ, നല്ല ജോലി കിട്ടി നല്ല സാലറി കിട്ടുമ്പോൾ ലൈഫ് സെറ്റ് ആവുമല്ലോ അപ്പോൾ എനിക്ക് സന്തോഷം വരും എന്ന് പറയും. അങ്ങനെ ജോലി കിട്ടി കഴിഞ്ഞാൽ പറയും ഇനി എനിക്കൊരു വിവാഹം കഴിക്കണം, എന്നാലൊരു ഫാമിലിയൊക്കെ ആയാലല്ലേ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഹാപ്പി ആവാൻ കഴിയുമെന്ന് പറയും. എന്നിട്ട് ഈ മാരേജ് കഴിഞ്ഞാൽ പറയും ഇനി എൻ്റെ കുട്ടികളൊക്കെ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തട്ടെ അപ്പോൾ എനിക്ക് സന്തോഷം വരുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇനി ഞാൻ എൻ്റെ ജോലിയിൽ നിന്നൊന്ന് റിട്ടയർ ആവട്ടെ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലേ നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഹാപ്പി ആവാന്ന് വിചാരിക്കും. അങ്ങനെ റിട്ടയർമെൻറ്റ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എൻജോയ് ചെയ്യേണ്ട ജീവിതം മൊത്തം നമ്മുടെ കണ്ണുമ്പിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഇറ്റ് വിൽ ബി ടു ലേറ്റ്. സോ നെവർ ലീവ് ടിൽ ടുമാറോ വിച്ച് യു ക്യാൻ ഡു ടുഡേ. ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കരുത്. അവോയ്ഡ് ദ പ്രോക്രാസ്റ്റിനേഷൻ. സ്റ്റെപ്പ് നമ്പർ 3, ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മളെല്ലാവരും വളരെ നന്ദിയുള്ളവരായിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ഇമോഷനാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ സഹായിച്ചവരെ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് വയ്ക്കാനും പാടില്ല. മനസ്സിലായോ?
നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിലൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്തവരെന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവരോടൊക്കെ നമ്മൾ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെയൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനൊക്കെ ചെയ്യാവുന്നതാണ്. അതായത് ഒന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് ഒരു 5 minutes മോർണിംഗിൽ കണ്ണുകൾ അടച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളെ സഹായിച്ചവരോട്, പല സാഹചര്യങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരോട് മനസ്സിൽ ഇങ്ങനെ നന്ദി പറയുക. അവരോട് ഇങ്ങനെ താങ്ക് യു സോ മച്ച് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുക. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലാണ്. ഞാനത് ഡെയിലി ചെയ്യാറുള്ള കാര്യമാണ്. സോ ദാറ്റ് ഐ ഗെറ്റ് എ റിയലി ഗുഡ് സ്റ്റാർട്ട്. രാവിലെ തന്നെ നമുക്ക് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് കിട്ടും. സോ ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സ്റ്റെപ്പ് നമ്പർ 4, ഗെറ്റ് ഇൻ ടു എ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് 2 രീതിയിലുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്ന എഡ്യൂക്കേഷൻ, അവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ. രണ്ടാമത്തേതെന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, നമ്മൾ ജീവിതത്തിൽ നിന്നും പഠിച്ചെടുക്കേണ്ട കുറേ കാര്യങ്ങൾ. കുറേ ആളുകൾ വിചാരിക്കുന്നത് ഈ ഒരു ഇന്റലക്ച്വൽ എഡ്യൂക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ്. പക്ഷേ അതങ്ങനെയല്ല. അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ടതാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ സ്കില്ല് തന്നെയാണ്. നല്ല തലമുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി ഉണ്ട്, ഇയാൾ നല്ല രീതിയിൽ ഹാക്കിംഗ് പഠിച്ചിട്ടുണ്ട്. ഇയാളുടെ ഹാക്കിങ്ങിലുള്ള ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. നല്ല രീതിയിൽ തന്നെ ഹാക്ക് ചെയ്യും. പക്ഷേ ഇയാൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഈ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. അതായത് അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും ശരിക്കും അറിയില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഈ ഒരു സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിവരങ്ങൾ ചോർത്തുകയും സ്വയം തട്ടിപ്പ് നടത്തുകയും ചെയ്യും, അല്ലേ? സോ ആൻ ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ വിത്തൗട്ട് എ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഈസ് ഡേഞ്ചറസ്. പക്ഷെ അതേസമയം നല്ല രീതിയിലുള്ള വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനും ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നവരെ പിടിക്കാനായിട്ട് ഇയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശരിയല്ലേ? സോ ഈ ഒരു ഇന്റലക്ച്വൽ എഡ്യൂക്കേഷനും വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനും രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഒരുപാട് അറിവുകൾ കിട്ടും. അപ്പോൾ ആ അറിവുകളൊക്കെ ഏത് രീതിയിൽ ഉപയോഗിക്കണം, ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മീനിനെ പിടിച്ചിട്ട് മരം കയറാനുള്ള കഴിവ് വെച്ചിട്ട് ഇതിനെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ മീന് അതിൻ്റെ ജീവിതകാലം മുഴുവനും താനൊരു സ്റ്റുപ്പിഡാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കും. സോ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അത് നമ്മൾ കണ്ടെത്തുക, എന്നിട്ട് ആ ഒരു ഫീൽഡിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ഈ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 5, ബിൽഡ് ഹൈ സെൽഫ് എസ്റ്റീം. സോ എന്താണ് സെൽഫ് എസ്റ്റീം? നമ്മൾ എന്താണോ നമ്മളെപ്പറ്റി വിചാരിക്കുന്നത് അത് തന്നെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്, ആത്മാഭിമാനം. ഇഫ് വി ഫീൽ ഗുഡ് ദ വേൾഡ് ലുക്സ് നൈസ് ആൻഡ് പ്രൊഡക്റ്റീവ്, ബട്ട് ഇഫ് വി ഫീൽ ബാഡ് ദ വേൾഡ് ലുക്സ് വെരി ബാഡ്. സോ നമ്മളെപ്പോഴും നല്ലൊരു സെൽഫ് എസ്റ്റീം കീപ്പ് ചെയ്യണം, എപ്പോഴും സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം ഒന്ന് ഇൻക്രീസ് ചെയ്യുക, ഒന്ന് ബൂസ്റ്റ് ചെയ്യുക? അതിനുള്ളൊരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് യാതൊരു പ്രതിഫലവും കൂടാതെ നമ്മളൊരു വ്യക്തിയെ പോയിട്ട് സഹായിച്ചാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു ദിവസം റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കണ്ണ് കാണാൻ കഴിയാത്ത ഒരാൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് കണ്ടതും നിങ്ങൾ പോയിട്ട് അവരുടെ കൈ പിടിച്ച് റോഡ് പതുക്കെ ക്രോസ് ചെയ്യിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യില്ലേ? നിങ്ങളിപ്പോൾ അയാളുടെ ക്യാഷ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണോ അയാളെ പോയി ഹെൽപ്പ് ചെയ്യുക? അല്ല, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഒരു ആത്മാഭിമാനം നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ 6th അതോ 7th പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു സാറ് വന്നിട്ട് പറഞ്ഞു, എടാ നമ്മുടെ സ്കൂളിൽ ഒരു മാഗസിൻ തയ്യാറാക്കുന്നുണ്ട്, അപ്പോൾ നീ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡ്രോയിങ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, അയ്യോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പെട്ടെന്ന് ദേഷ്യത്തിൽ എന്താണ് പറഞ്ഞേ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ട് അല്ല സാറേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കി കൊടുത്തു. ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? ഞാൻ ചെയ്യാൻ ശ്രമിക്കാമെന്നാണ്, ഐ വിൽ ട്രൈ എന്നാണ് പറഞ്ഞത്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യമോ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത്, ഐ വിൽ ഡു. ആ ഒരു ട്രൈ എന്ന വാക്കെടുത്ത് കളഞ്ഞപ്പോൾ തന്നെ അവിടെ വന്നൊരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലായോ? നമ്മളൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അയ്യോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇയാൾ ഇതിൽ എത്ര വലിയ കോൺഫിഡൻ്റ് ഒന്നും അല്ല, ഇയാൾക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാകും. പക്ഷെ അതേസമയം അയാൾ ഞാൻ ചെയ്യാം, ഐ വിൽ ഡു എന്ന് പറഞ്ഞാലോ യെസ്, ഇയാൾ കോൺഫിഡൻ്റ് ആണ്, ഇയാൾ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു പ്രതിഫലവും കൂടാതെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഐ വിൽ ട്രൈ എന്ന് പറയുന്നതിന് പകരം ഐ വിൽ ഡു, ഞാനത് ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയുക.
സ്റ്റെപ്പ് നമ്പർ 6, സ്റ്റേ എവേ ഫ്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ആളുകൾ, ഡ്രഗ്സ്, ആൽക്കഹോൾ, പോണോഗ്രഫി, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നേ പറ്റൂ. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ എപ്പോഴും താഴത്തേക്ക് വലിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരാളുടെ ക്യാരക്ടർ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം നോക്കിയിട്ടല്ല, എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്യാതിരിക്കുന്നുണ്ട് എന്ന് കൂടി നോക്കിയിട്ടാണ്. ഈ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസസിൽ ആദ്യം വരുന്നൊരു കാര്യമാണ് സ്മോക്കിംഗ്, ഡ്രഗ്സ്, ആൽക്കഹോൾസ്, ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് ഒക്കെ. ഇതൊക്കെ ആദ്യം ഒരു കൗതുകം കാരണമാണ് വരുന്നത്, എസ്പെഷ്യലി ഫോർ ടീനേജേഴ്സ്. നമ്മളിങ്ങനെ സിനിമയിലൊക്കെ പല നായകന്മാരും സിഗരറ്റൊക്കെ വലിച്ചിട്ട് സ്ലോ മോഷനിലൊക്കെ നടന്നു പോകുന്നത് ഇങ്ങനെ കാണും. അപ്പോൾ നമുക്കൊരു കൗതുകമാണ്, ഇത് കൊള്ളാലോ, അപ്പോൾ ഇത് വലിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സ്റ്റൈലായിട്ടിരിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലിങ്ങനെ വരും. അപ്പോൾ ആ ഒരു കൗതുകം കാരണം നമ്മൾ ജസ്റ്റ് ആദ്യം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നീട് ഈ ഒരു കൗതുകം ഒരു അഡിക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ അഡിക്ഷനിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വേറൊരു കാര്യമാണ് ഈ പോണോഗ്രഫി എന്ന് പറയുന്നത്. പോൺ വീഡിയോസൊക്കെ കാണുക. ഈ പല പല പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് 90%-ലധികം റേപ്പിസ്റ്റുകളും ഈ പോൺ വീഡിയോസിന് അഡിക്റ്റഡ് ആണ്. അത്തരത്തിലുള്ള വീഡിയോസ് കണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മോശപ്പെട്ട വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരൊറ്റ മൈൻഡ് സെറ്റേ ഉണ്ടാവുകയുള്ളൂ. അതെന്താണ്? ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു സെക്സിന് വേണ്ടിയിട്ടുള്ള മാത്രം ഒബ്ജക്റ്റ് ആണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. സോ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ അത് വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. സ്റ്റെപ്പ് നമ്പർ 7, ലേൺ ടു ലൈക്ക് ദ തിങ്സ് ദാറ്റ് നീഡ് ടു ബി ഡൺ. അതായത് ഇപ്പോൾ ഒരു അത്ലറ്റ് എത്രങ്ങാനും നേരം ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യും, 8 അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ കൂടുതൽ മണിക്കൂർ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അത്രയും നേരം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാലും അവർ പ്രാക്ടീസ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? കാരണം അവർക്ക് അറിയാം അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് അവരത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. സോ അത്തരത്തിൽ നമ്മുടെ ലൈഫിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അതിന് നമ്മൾ സ്വയം ഇഷ്ടപ്പെടാൻ തയ്യാറാകണം. And the last one, step number 8, start your day with something positive. ഒരു പോസിറ്റീവ് ആയുള്ള കാര്യം കൊണ്ട് നിങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാം. അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി രാവിലെ തന്നെ വരും. അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ അതുപോലെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസ് കാണാം, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുക. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടും. നല്ല സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഒന്നും നോക്കണ്ട ഗായ്സ്, ഫുള്ള് സെറ്റാണ്, ഫുൾ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗായ്സ്. ഈ 8 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള മോട്ടിവേഷണൽ, സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.